തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കൂത്തുപറമ്പ് യൂണിറ്റ് വാർഷിക യോഗവും കുടുംബസംഗമവും കൂത്തുപറമ്പിൽ വെച്ച് നടന്നു. ISRO ബാംഗ്ലൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ISRO പോലുള്ള ഓർഗനൈസേഷനിലും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഒരുപാട് മനസ്സിലാക്കിയത് കൂടിയാണ് ഞാൻ ഈ സദസ്സിലേക്ക് വന്നത്. ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരാനോ നിങ്ങളോട് പ്രസംഗിക്കാനൊന്നും അർഹനല്ലെങ്കിലും ഒന്ന് രണ്ട് വാക്ക് ISROയിൽ നിന്ന് അനുഭവങ്ങൾ ഇവിടെ നിങ്ങളുടെ ഒന്ന് പങ്കുവെക്കാൻ വിചാരിക്കുന്നു. സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിന് ഒരു ബഹുമാനമുണ്ട് ശരിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമ്മുടെ വയസ്സൊക്കെ നമ്മൾ പറയുന്നത് മമ്മൂട്ടീൻ്റെ ഒക്കെ വയസ്സ് ബാക്കിയുള്ള വയസ്സ് വെച്ച് നോക്കുമ്പോൾ സീനിയർ സിറ്റിസൺസിന് പ്രായപരിധി എൻ്റെ അഭിപ്രായത്തിൽ ഒരു 70-80 മുകളിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണ്. ഇവൻ ISROയിൽ പോലും ഇന്നും റിട്ടയർ ചെയ്തതിന് ശേഷം 10-20 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പല നിർണായക മീറ്റിങ്ങിലും അവരുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇന്നലെ നടന്ന ലോഞ്ചിൽ പോലെ നിങ്ങൾ TV ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഒരുപാട് സീനിയറായ ആൾക്കാർ ISROയുടെ പല തലപ്പത്തും പല മീറ്റിങ്ങുകളിലും അവരുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കാറ്. യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ വിജയത്തിന്റെ 90% രഹസ്യം. സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച ആ അനുഭവത്തിന്റെ അടുത്ത് ഒരു ടെക്സ്റ്റ് ബുക്കും എത്തില്ല എന്നുമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ISRO ഇന്നും അവര് ശമ്പളമൊന്നുമില്ല, അവർക്ക് പെൻഷൻ കിട്ടുന്നത് അവർക്ക് ഒരുപക്ഷെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇന്നും അവര് കൂത്തുപറമ്പിൽ സീനിയർ സിറ്റിസൺ ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VP ചാത്തു, PV ബാലകൃഷ്ണൻ, P ബാലൻ, B കുമാരൻ, MK ബാലൻ, K പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി.